നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി 17കാരൻ ആഡംബര കാറിൽ ചീറിപ്പാഞ്ഞപ്പോൾ നഷ്ടമായത് 2 ജീവനുകൾ. നിയമത്തിന്റെ പിടിയിൽ നിന്ന് 17കാരനെ രക്ഷപ്പെടുത്താനായി കോടീശ്വരന്മാരായ പിതാവും മുത്തച്ഛനും ഉൾപ്പെടെ നടത്തിയതാകട്ടെ കുറ്റകൃത്യങ്ങളുടെ പരമ്പരയും. മാധ്യമ ഇടപെടലും ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമായതോടെ പണത്തിന്റെ ഹുങ്കിൽ നിയമ നടപടികളിൽ നിന്ന് തടിയൂരാനുള്ള അഗർവാൾ കുടുംബത്തിന്റെ ശ്രമങ്ങൾ വിഫലമായി. ഒടുവിൽ പോലീസും നിയമ സംവിധാനങ്ങളും ഉണർന്നതോടെ നിയമലംഘനത്തിന് കൂട്ടുനിന്ന് അത് മറയ്ക്കാനായി മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട കുടുംബാംഗങ്ങളെയെല്ലാം ഒന്നിനു പിറകെ ഒന്നായി അഴിക്കുള്ളിലാക്കുകയും ചെയ്തു. പൂനെയിലെ പോർഷെ അപകട കേസിൽ ഏറ്റവും ഒടുവിലായി 17കാരന്റെ അമ്മയായ ശിവാനി അഗർവാളാണ് അറസ്റ്റിലായത്. വൈദ്യപരിശോധനയ്ക്കെടുത്ത രക്തസാമ്പിളിൽ തിരിമറി നടത്തിയെന്ന കുറ്റത്തിനാണ് ശിവാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടത്തിന് പിന്നാലെ 17കാരൻ മദ്യപിച്ചോ എന്നറിയാനായി വൈദ്യപരിശോധന നടത്തിയിരുന്നു. എന്നാൽ പൂനെയിൽ സസൂൺ ആശുപത്രിയിൽ വെച്ച 17കാരനെ കേസിൽ നിന്ന് രക്ഷിക്കാനായി ഡോക്ടർമാരുടെ സഹായത്തോടെ രക്തസാമ്പിൾ തിരിമറി നടത്തി. 17കാരന്റെ രക്തസാമ്പിളിന് പകരം അമ്മയുടെ രക്തസാമ്പിളാണ് പരിശോധനയ്ക്കായി അയച്ചതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ശിവാനി അഗർവാളിന്റെ അറസ്റ്റിന് പിന്നാലെ അഗർവാൾ കുടുംബത്തിന്റെ റിസോർട്ട് അധികൃതർ സീൽ ചെയ്തതായുള്ള വാർത്തയും പുറത്തുവന്നിരുന്നു. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലുള്ള റിസോർട്ടാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ ശനിയാഴ്ച സീൽ ചെയ്തത്. മെയ് 19 പുലർച്ചെ 2:15 17കാരൻ ഓടിച്ച പോർഷെ കാറിടിച്ച ബൈക്ക് യാത്രക്കാരനായ യുവ എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടത്. പൂനെയിലെ സ്വകാര്യ IT കമ്പനിയിലെ ജീവനക്കാരായ അശ്വിനി കോസ്റ്റ, അനീഷ് അവാഡിയ എന്നിവർക്കാണ് സംഭവത്തിൽ ജീവൻ നഷ്ടമായത്. +2 ജയിച്ചതിന്റെ പാർട്ടി കഴിഞ്ഞ് മദ്യലഹരിയിലാണ് 17കാരൻ അമിത വേഗതയിൽ പോർഷെ കാറിൽ യാത്ര ചെയ്തതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതിനിടെ അപകടം നടന്ന 15 മണിക്കൂറിനുള്ളിൽ 17കാരന് ജാമ്യം അനുവദിച്ചത് വ്യാപക വിമർശനത്തിനിടയാക്കി. റോഡ് അപകടങ്ങളെക്കുറിച്ച് ഉപന്യാസം എഴുതുക, 2 ആഴ്ച ട്രാഫിക് പോലീസിനൊപ്പം പ്രവർത്തിക്കുക, കൗൺസിലിംഗിന് വിധേയമാകുക തുടങ്ങിയ ഉപാധികളോടെയാണ് 17കാരന് ജാമ്യം അനുവദിച്ചത്. ഇത് വാർത്തയായതോടെ പൂനെ അപകടം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നു. സംഭവം ഒത്തുതീർക്കാൻ ശ്രമിച്ച 17കാരന്റെ പിതാവ് വിശാൽ അഗർവാൾ, മുത്തച്ഛൻ സുരേന്ദ്ര അഗർവാൾ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി. അപകട സമയത്ത് വാഹനമോടിച്ചത് കുടുംബ ഡ്രൈവറാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇവരുടെ ശ്രമം. കുറ്റമേറ്റെടുക്കാനായി കുടുംബം ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയി സമ്മർദ്ദം ചെലുത്തിയതായും കണ്ടെത്തിയിരുന്നു. പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ പൂനെ വാഹനാപകട കേസിൽ പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചു. തുടർന്ന് പ്രതിയായ 17കാരന്റെ ജാമ്യം റദ്ദാക്കി. 17കാരൻ ഉൾപ്പെടെയുള്ളവർക്ക് മദ്യം വിളമ്പിയ പബ്ബ് ജീവനക്കാരനും ഉടമകളും പിടിയിലായി. ഇതിനു പിന്നാലെയാണ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും കേസിൽ അറസ്റ്റിലാകുന്നത്. 17കാരന്റെ രക്തസാമ്പിളിൽ തിരിമറി നടത്താനായി ഇടനിലക്കാരൻ മുഖേന പിതാവ് 3 ലക്ഷം രൂപയാണ് ഡോക്ടർക്ക് കൈമാറിയത്. മെയ് 19 അപകടം നടന്നതിന് പിന്നാലെ 17കാരൻ മദ്യപിച്ചിരുന്നോ എന്നതടക്കം കണ്ടെത്താനായി ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു. തുടർന്ന് രക്തസാമ്പിളും ശേഖരിച്ചു. എന്നാൽ 17കാരന്റെ പിതാവും ഇടനിലക്കാരനും ഡോക്ടർമാരെ സ്വാധീനിച്ച വൈദ്യപരിശോധനയിൽ കൃത്രിമം കാട്ടിയതായാണ് കണ്ടെത്തൽ. പ്രതിയുടെ രക്തസാമ്പിളിന് പകരം അമ്മയായ ശിവാനി അഗർവാളിന്റെ രക്തസാമ്പിൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയതെന്നും തുടർന്ന് പ്രതിക്ക് അനുകൂലമായ വൈദ്യപരിശോധനാ ഫലം നൽകിയെന്നുമാണ് പോലീസ് പറയുന്നത്. ഇതേ തുടർന്ന് സംഭവ സമയത്ത് പ്രതി മദ്യപിച്ചിട്ടില്ലെന്ന വൈദ്യപരിശോധനാ ഫലമാണ് കിട്ടിയതെന്നും പോലീസ് പറയുന്നു. ശിവാനി അഗർവാൾ ഈ സമയം ആശുപത്രിയിൽ ഉണ്ടായിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് പൂനെ സസൂൺ ജനറൽ ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ അജയ് താവഡെ, അത്യാഹിത വിഭാഗത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീഹരി ഹൽനോർ എന്നിവരെയും ആശുപത്രി ജീവനക്കാരായ മറ്റൊരാളുമാണ് അറസ്റ്റിലായത്. അപകടത്തിന് പിന്നാലെ 17കാരന്റെ പിതാവായ വിശാൽ അഗർവാൾ ഒരു ഇടനിലക്കാരൻ മുഖേനയാണ് ഡോക്ടർ അജയ് താവഡെയുമായി ബന്ധപ്പെട്ടത്. വിശാലിന്റെ ബംഗ്ലാവിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്ന് ഇയാൾ ഡോക്ടറെ വിളിച്ചതിന്റെ തെളിവ് കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ ഫോണിലെ മറ്റൊരു ആപ്പ് മുഖേന 20ലേറെ തവണ ഇയാൾ ഡോക്ടറുമായി ബന്ധപ്പെട്ടിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. രക്തസാമ്പിളിലും വൈദ്യപരിശോധനയിലും കൃത്രിമം കാട്ടാനായി ഡോക്ടർ അജയ് താവഡെ 3 ലക്ഷം രൂപ നൽകിയിരുന്നതായി കൂട്ടുപ്രതിയായ ഡോക്ടർ ശ്രീഹരിയും പോലീസിനോട് സമ്മതിച്ചു. ഡോക്ടർ ശ്രീഹരിയാണ് 17കാരന്റെ രക്തസാമ്പിൾ ചവറ്റുകൂട്ടയിൽ ഉപേക്ഷിച്ചതെന്നും തുടർന്ന് ഇയാൾ തന്നെയാണ് ശിവാനിയുടെ രക്തസാമ്പിൾ പകരമായി വെച്ചതെന്നും പോലീസ് കണ്ടെത്തി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്.